ഡൽഹിയിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്കാണ്. 50% പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, AAP, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ BJP കടുത്ത മത്സരമാണ് ഡൽഹിയിൽ കാഴ്ചവെക്കുന്നത്. ഏതെങ്കിലും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്? എത്രത്തോളം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ? പ്രവിത, രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് അതിൽ പോളിംഗ് ശതമാനം നമ്മളിപ്പോൾ നോക്കുമ്പോൾ 3 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 46.55% പോളിംഗ് ആണ് ഇതുവരെ 3 മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭേദപ്പെട്ട പോളിംഗായി തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയും. മാത്രമല്ല, ഈ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 3 ഇടത്തായിട്ട് ഈ പറഞ്ഞതുപോലുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന് ഇവിടെ ചിറാഗ് ഡൽഹിയിൽ BJP ആരോപണം ഉന്നയിക്കുകയുണ്ടായി. മറ്റ് 2 ഇടങ്ങളിൽ ആം ആദ്മിയാണ് BJPക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അതായത് ഈ വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുകയും അതിൽ ഡൽഹി പോലീസ് വിശദീകരണം നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, ഒരിടത്തും പണം കണ്ടെത്താനായിട്ടില്ല എന്നും ഡൽഹി പോലീസ് പറയുകയുണ്ട്. മറ്റ് ഈ അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ 70 സീറ്റുകളിലേക്ക് വാശിയേറിയ മത്സരമാണ് 3 പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ BJP ആം ആദ്മിയും വരുമ്പോൾ അതൊരു തുറന്ന പോരിലേക്ക് തന്നെ പല തവണ വഴിവെച്ചിരുന്നു. ഓരോ ദിവസവും ഓരോ വിഷയമായിരുന്നു ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത്. അങ്ങനെ ഒരു സവിശേഷത കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആം ആദ്മി നിരന്തരം ഓരോ ആരോപണങ്ങളുമായി രംഗത്തെത്തി. യമുനയിൽ ഒടുവിലെത്തിയത് യമുനയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തി എന്ന ആരോപണം, അതിലൊരു കുരുക്കിലാകുന്ന ഘട്ടത്തിലേക്ക് വരെ ആം ആദ്മി പാർട്ടി എത്തിയൊരു സാഹചര്യമുണ്ട്. എന്നാൽ BJP ആകട്ടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടുള്ള ഒരു കളം നിറഞ്ഞുള്ള ഒരു BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റ തിരിച്ചടി അത് മറികടക്കാനുള്ള ശ്രമം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ 2 തവണയും ഒരു 2 അക്കത്തിലേക്ക് കടക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അതെല്ലാം മറികടക്കുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം വരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ടായിരുന്നു BJP ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. പക്ഷെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രചരണ രംഗത്ത് ഒരു വലിയ ശക്തമായ ഒരു പ്രചരണം ഈ 2 പാർട്ടികളെ അപേക്ഷിച്ച് കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ എന്തായാലും പല മണ്ഡലങ്ങളിലും ഈ ത്രികോണ മത്സരം ഉൾപ്പെടെ നേരിട്ടിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 3 മണിവരെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 46.55% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവിധ, അച്യുതൻ, അതുപോലെ തന്നെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു. തിരിച്ചുപിടിക്കാൻ വേണ്ടി BJP ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അവിടെ നടത്തുന്നുണ്ട്. ഇതുവരെയുള്ളൊരു പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? അതായത് BJP തിരിച്ചു വരാനോ അല്ലെങ്കിൽ കോൺഗ്രസിന് സീറ്റ് കൂടാനുള്ള സാധ്യതകളടക്കമുണ്ടോ? നേതാക്കൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയത് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടതുപോലെയല്ല, ഇത്തവണ BJP അധികാരത്തിൽ തിരിച്ചെത്തും. പല നേതാക്കളും അത്തരം പ്രതീക്ഷകൾ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിന് കാരണം ആം ആദ്മി നേരിട്ട മദ്യനയ അഴിമതി കേസ്, അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതുതന്നെയായിരുന്നു BJPയുടെ ഏറ്റവും വലിയ ഒരു പ്രചാരണ വിഷയമെന്നത്. കാരണം ആം ആദ്മിക്കിടയിൽ ഇത്തരം വലിയ അഴിമതി നടക്കുന്നുണ്ട്. അത് ഒരു മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസമായിരുന്നാലും മറ്റു മേഖലകളിലായിരുന്നാലും അത്തരം അഴിമതികൾ നടക്കുന്നു എന്നുള്ള ആരോപണം. അവസാനത്തെ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തിയെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒരു തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നേരിട്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം BJPക്ക് അനുകൂലമാകും എന്ന തരത്തിലാണ്. മാത്രമല്ല, അടർത്തിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളെ അടർത്തിയെടുക്കുവാനും BJPക്ക് കഴിഞ്ഞു. കൈലാഷ് ഗെഹ്ലോട്ടിനെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് എത്തിച്ചു. ഒടുവിൽ 8 MLA-മാരാണ് ഒറ്റ ദിവസം കൊണ്ട് രാജിവെച്ച് BJPയിൽ ചേരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ BJPക്ക് ഈ കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, ഇത്തവണ വരുമ്പോൾ ഡൽഹിയിലെ മണ്ണിൽ അവരൊരു ഇടം കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ പച്ചപിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, എന്നാൽ അത് ഇത്തവണ അത് മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നു. പക്ഷേ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ അത്തരം പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷയോടെ കാണുന്നത്. അതിൽ ജനങ്ങൾ കൂടെ നിൽക്കും. സൗജന്യ വൈദ്യുതി, വെള്ളം, മികച്ച വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും 50.60% പോളിംഗ് ആണ് ഇതുവരെ. ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി അധിക സമയമൊന്നുമില്ല വോട്ടിംഗ്. അത് എത്ര ശതമാനം കൂടി ഇനി ഉയരും എന്നുള്ളത് തന്നെ കാണണം. അതൊരു ആം ആദ്മിക്ക് ഒരു അഭിമാന പോരാട്ടമാണ്. അതായത് അഭിമാന പോരാട്ടം തന്നെയല്ല, ഈ മദ്യനയ അഴിമതി കേസൊക്കെ തിരിച്ചടിയാകുമോ എന്നുള്ളതൊക്കെ റിസൾട്ട് വരുമ്പോൾ തന്നെ കണ്ടറിയണം.